വലിയ പ്ലേറ്റ്, ചെറുത് 2 എണ്ണം. പിന്നെ സോപ്പിന്റെ. നമസ്കാരം, കഥേറ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എടപ്പാളിനടുത്ത് നമ്മുടെ ശ്രീവത്സം ഹോസ്പിറ്റലിനോട് സമീപം പ്രതിഭേട്ടനും ബബിത ചേച്ചിയും നടത്തുന്ന ഒരു പ്ലേറ്റ് നിർമ്മാണം, അതായത് പാള കൊണ്ടുള്ള പ്ലേറ്റും സോപ്പും കാര്യങ്ങളൊക്കെ, സോപ്പ് പെട്ടികളൊക്കെ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്നും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ പേരെന്താണ്? ബബിത. ബബിത. ഇതിപ്പോ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതൊരു 8 വർഷമായി. 8 വർഷമായി. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ കുടുംബശ്രീയുടെ അങ്ങനെ എന്തെങ്കിലും പദ്ധതിയാണോ? സ്വന്തമായിട്ട് തുടങ്ങിയതാണ് അല്ലെ? അപ്പൊ ഈ നാട്ടിൽ നിന്ന് പാളൊക്കെ കിട്ടുന്നുള്ള ധൈര്യത്തിൽ തന്നെ തുടങ്ങിയത്? നാട്ടിൽ നിന്ന് പാള ഇല്ല, പുറത്തുനിന്ന് വരുത്തി തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത് നമുക്കൊരു മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയാൽ കൊള്ളാന്നൊരു തോന്നി തന്നത്? സംഭവം ഒരു തൃശ്ശൂർ ടീം ഉണ്ടാക്കുന്നത് കണ്ട് അങ്ങനെ അത് കണ്ടപ്പോ താല്പര്യമായിട്ട് ഇങ്ങനെ തോന്നിയതാണ്. അപ്പൊ ഈ മിഷനറി ഒക്കെ പിന്നെ നമ്മള് കണ്ടുപിടിച്ച് വാങ്ങി. അതെ, തൃശ്ശൂർ. ശരി. ഇതില് എത്ര തരം പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്? ഞങ്ങളിപ്പോ ഇത് 3-4 തരം ഉണ്ടാക്കുന്നുണ്ട്. ഇത് 2 വലിയ പ്ലേറ്റ്, ചെറുത് 2 എണ്ണം. പിന്നെ സോപ്പിന്റെ. ഓരോന്നിനെ കുറിച്ച് പറയണ? പറഞ്ഞോളൂ. ഇത് 10 ഇഞ്ചിന്റെ പ്ലേറ്റ് ആണ്, ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതും അതെ. ഇത് സലാഡ്, ഇത് ഐസ് ബൗള്. അങ്ങനെ 4 നമ്മൾ ഉണ്ടാക്കുന്നത്. സോപ്പ് പെട്ടിയല്ലേ? ഇതാണ് സോപ്പ്. സോപ്പിന്റെ കവറാണ്. ഇതിൽ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യും. ലോക്കാക്കാൻ എന്താ ചെയ്യാ? ലോക്കാക്ക ഇതൊക്കെ അവര് ചെയ്യുന്നതാ, സോപ്പ് കമ്പനിക്കാര്. അവരിവിടെ ഒരു ഇത് കെട്ടും, ബാഡ്ജ് ഉള്ള പോലെ ബാഡ്ജ് ഇട്ടിട്ട് സോപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് അവര് കൊടുക്കുക. നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യം ഇവിടെ നാട്ടിൽ നിന്നൊക്കെ പാള കിട്ടിയിരുന്നോ? പാള ചിലവരൊക്കെ കൊണ്ടുവന്നായിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നില്ല. ഇപ്പൊ നമ്മൾ എവിടുന്നൊക്കെ പാള എടുക്കണത്? ഇപ്പൊ ബാംഗ്ലൂരിന്ന്, പിന്നെ നിലമ്പൂര്, പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നത്. നമ്മളെ ഈ പരിസരത്തൊന്നുമല്ല. ഈ പരിസരത്ത് നിന്ന് വളാഞ്ചേരി നിന്നൊക്കെ കൊണ്ടുവന്നായിരുന്നു ഒരു ടീം. ഇപ്പൊ കൊണ്ടുവരുന്നില്ല. അവിടെയും കഴുങ്ങൊക്കെ പോയി നടത്തും. കഴുങ്ങൊക്കെ പോയിണ്ടാവും, എന്താ അറിയില്ല. കൊണ്ടുവന്നിരുന്നാണ്. പിന്നെ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള താഴത്തുള്ള കുട്ടികളൊക്കെ സ്കൂൾ പൂട്ടിയ സമയത്തൊക്കെ കുറച്ചായിട്ട് അവരൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിരുന്നു. GST ഉണ്ട്, പിന്നെ കറണ്ടിന് SSI ഉണ്ട്, എല്ലാതും ഉണ്ട്. ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊക്കെ? ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒരു ആനുകൂല്യം ഇല്ല. SSI അതിന് പറഞ്ഞ ആനുകൂല്യം കിട്ടിയിട്ടുള്ളൂ, വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല. SSIയും ഇതുള്ളൂ, വേറെ ആനുകൂല്യങ്ങളൊന്നും. പക്ഷെ ഇതിപ്പോ മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം പാള തന്നെയാണ്. പാള കറക്റ്റ് സമയത്ത് കിട്ടണം. എങ്ങനെ ഓർഡറുകളൊക്കെ എങ്ങനെ? ഓർഡറുകളൊക്കെ ഉണ്ട് ഇഷ്ടപ്രകാരം. നമുക്ക് പാള ഇല്ല മാത്രം. പാള ഇപ്പൊ സീസൺ ആയല്ലോ, ഇനിയിപ്പോ വരും. ഈ മഴക്കാലത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. മഴക്കാലത്തിനാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ 10 ഇഞ്ചിന്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിന് എത്ര പാള വേണ്ടി വരും? ഇതിന് ഒരു പാള ഫുള്ള് വേണം. ഒരു പാളയായിട്ട് 2 3 എണ്ണം അത് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ, വലിപ്പത്തിനനുസരിച്ചിട്ട്. നമ്മളെ നാട്ടിൽ ഒന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പാള. അപ്പൊ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ പാളയൊക്കെ എന്താ ചെയ്യാ? പാള വേസ്റ്റ് കത്തിച്ച് കളയും, അത്ര തന്നെ പറ്റുള്ളൂ. മറ്റുള്ള എന്തിനും കഴുകിന് തെങ്ങിനൊക്കെ വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. പശു തിന്നണമെങ്കിൽ പശു തിന്നും, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഓർഡറുകളൊക്കെ അനുസരിച്ചിട്ട് നമ്മള് ഈ സാധനം എത്തിക്കാൻ നമുക്ക് പറ്റണ്ടോ? ഇപ്പൊ അതന്നെ, ഓർഡറുകളൊക്കെ അനുസരിച്ചിട്ട് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം. ഇതിപ്പോ നമ്മള് ഈ പ്ലേറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സപ്ലൈ ചെയ്യണ്ടോ, അതോ ഇല്ല ഒരു കമ്പനിക്ക് കൊടുക്കണം? പുറത്തേക്ക് കയറി പോകണല്ലോ എല്ലാ സാധനങ്ങളും. അപ്പൊ അവര് അനുസരിച്ച് തരുന്ന ഓർഡർ അധികം ഒന്നും ഓർഡർ ഇല്ല. ഈ ചെറിയ ടീമൊക്കെ വന്നിട്ട് വില 10 50 100 ഒക്കെ കൊണ്ടുപോകുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, നമ്മളിപ്പോ ഈ ഓർഡർ ഒക്കെ കമ്പനിക്കാണ്, വലിയ കമ്പനിക്കാണ് നമ്മള് കൊടുക്കുന്നത്. അവര് വന്നിട്ട് ആവശ്യം അനുസരിച്ച് കൊണ്ടുപോകും. അവര് ഇവിടെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകും. ഓർഡർ അവര് അയച്ചു തരും. നമ്മളൊരു ലോഡ് സാധനം അതിന്റെ അവര് വിളിച്ചാ അവര് വന്നിട്ട് കൊണ്ടുപോകും. ശരി, ഓക്കെ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം